കുന്ദമംഗലം നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PTA റഹീമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. 2011 മുതൽ മണ്ഡലം ഭദ്രമാണ് കയ്യിൽ എന്നുള്ളതാണ് വിശ്വാസം. എങ്ങനെയുണ്ട് മണ്ഡലത്തിലെ ഒരു ആദ്യ റൗണ്ട്? ആദ്യ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങളിലായി നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും നല്ല അക്സെപ്റ്റൻസാണ് ആ ഒരു വിഷയത്തിൽ. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് വീണ്ടും ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി നിർബന്ധിച്ചതും ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറായതും. നമ്മൾ നോക്കുകയാണെങ്കിൽ കുന്ദമംഗലത്തിൻ്റെ ഒരു സ്വഭാവം നോക്കുന്ന സമയത്ത് UC രാമൻ 2 തവണ സ്വതന്ത്രനായി ഈ ഒരു ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടത്തിന് സ്റ്റോപ്പ് ഇടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലേക്ക് പോകുന്ന അതേപോലെ തന്നെ ലീഗ് സ്ഥാനാർത്ഥി വീണ്ടും വന്നിരിക്കുകയാണ്. ഇല്ല, ഈ കഴിഞ്ഞ 3 പ്രാവശ്യവും ഇവിടെ UC രാമൻ മത്സരിച്ചിട്ടുണ്ട്. പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. സിദ്ദീഖ് വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ ഈ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു സന്ദർഭത്തിൽ അതിവിടെ പ്രത്യക്ഷമായിട്ട് എല്ലാവർക്കും കാണാം, ഏത് വഴിക്ക് പോയാലും കാണാം. അപ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും നമ്മുടെ കോളേജായാലും അതുപോലെ റോഡുകളായാലും എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ ഗവൺമെൻറ് നന്നായി എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കിഫ്ബി പദ്ധതി മുഖേന ഒരുപാട് പാലങ്ങൾ, അതുപോലെ റോഡുകൾ, കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയാവുന്ന ചില വികസന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? വലിയൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. കാരണം MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് ആദ്യം ഉണ്ടാക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ മാതൃകയാണ് പിന്നെ പല മണ്ഡലങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് കോളേജ് കിഫ്ബി പദ്ധതി മുഖേന നമുക്ക് നല്ല ഒരു സഹായം കിട്ടിയപ്പോൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 99% പൊതുമരാമത്ത് റോഡുകളും നമ്മൾ BMBC ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ സ്മാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തലങ്ങളിലും സർക്കാർ നമ്മളെ സഹായിച്ച് കിഫ്ബി നല്ല രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കാരണം 24 മണിക്കൂറും ഇവിടെ മാത്രമല്ല, ഇവിടെയും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വൈദ്യുതി, ഇടതടവില്ലാത്ത വൈദ്യുതി, ഗുണമേന്മയുള്ള വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടി 162 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് കുന്നമംഗലത്ത് ആരംഭിച്ചത്. MM മണിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതുപോലെ എല്ലാ നിഖില മേഖലകളിലും നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സ്പോർട്സിന് ആവശ്യമായ സൗകര്യം ചെയ്തിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും MLA ഫണ്ട് കൂടി ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയായി ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന വികസനം അല്ലെങ്കിൽ എന്തായിരിക്കണം ഇനി കുന്ദമംഗലത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് ചിന്തിക്കുന്നത്? പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുമരാമത്ത് റോഡുകളൊക്കെ നമ്മൾ BMBC നിലവാരത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞു. ഇനി നമുക്കൊരു 6 മീറ്ററിൻ്റെ മുകളിലുള്ള എല്ലാ റോഡുകളും BMBC നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. BJPക്ക് അത്യാവശ്യം വോട്ടുള്ളൊരു സ്ഥലം കൂടെയാണ് കുന്ദമംഗലം. BJP ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? BJP കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടെ മത്സരിച്ചിരുന്നു. അങ്ങനെ പ്രത്യേകമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു പെരുമാറ്റവും എൻ്റെ ഒരു സമീപനവും എല്ലാ ആളുകളും ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരെന്നോടുള്ള ഒരു അപ്രോച്ച് അതാണ്, ഞാൻ അങ്ങോട്ടുള്ള അപ്രോച്ച് അതാണ്. ഞാൻ ഒരാളെയും ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലും അകറ്റി നിർത്തിയിട്ടില്ല. വികസന പ്രവർത്തനങ്ങളിലും ഞാൻ എല്ലാവരെയും യോജിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും വിജയാശംസകൾ മുന്നോട്ട് പോകട്ടെ. കുന്ദമംഗലത്ത് ഏതായാലും 2011 മുതലുള്ള ഈ ഒരു വികസനത്തിൻ്റെ തുടർച്ച അത് തന്നെയാണ് PTA റഹീമും പ്രതീക്ഷിക്കുന്നത്.